നമസ്കാരം കൂട്ടുകാരെ. നല്ല ചെറിയ കുഞ്ഞി പിഞ്ച് വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്ക തോരൻ, ബീട്രൂട്ട് തോരൻ, പയറുപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്ന കറികളൊന്നും ഉണ്ടാക്കാൻ പ്ലാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചെറിയ കിളുന്ത് വെണ്ടയ്ക്ക കേട്ടോ, ഭയങ്കര ടേസ്റ്റ് കിളുന്ത് വെണ്ടയ്ക്കൊക്കെ കേട്ടോ. അത്രയും ഗുണമുണ്ട് കേട്ടോ സംഭവം. സാധാ വെണ്ടയ്ക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ചെറുതൊക്കെ എടുക്കുക. കാരണം ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ സംഭവം ഫ്രിഡ്ജിലിരുന്ന് പിറ്റേ ദിവസം ഇത് മൂത്ത് പോകും. ഈ വെണ്ടയ്ക്കയുടെ പ്രശ്നമാണത്. നല്ല കിളുന്ത് വെണ്ടയ്ക്കാണ്. രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ വയ്ക്കാന്ന് കരുതിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിയും മുളകും ഇച്ചിരി ഗാർലിക്ക് കൂടി ഒന്ന് ചതച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു. വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല ചെറിയൊരു പൊടിയുള്ള തൈരുണ്ട്, തിക്ക് തൈരുണ്ട്. അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ അകത്ത് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നല്ല തിക്ക് തൈരുണ്ടല്ലോ അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം അത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട, വേറൊന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പാവയ്ക്ക അച്ചാറുണ്ട്, അത് വീട്ടിൽ വിളിച്ച് ഉമ്മ പറഞ്ഞു തന്നാണ് കേട്ടോ. നല്ല കിടു റെസിപ്പിയാണ്. പിന്നെ എല്ലാം കൂട്ടി കഴിക്കുക തന്നെ. പണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ പെങ്ങൾ ഇതുപോലെ തന്നെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇലയിൽ പൊതിഞ്ഞ് തന്നോടും. പെട്ടെന്ന് ഓർമ്മ വന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. വെണ്ടയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു. എന്തൊരു ടേസ്റ്റാ, മാഷാ അല്ലാഹ്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഫുജേറ വന്നാൽ കഴിച്ചിട്ട്